സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Myself Geeta Prasad. Today I'll be taking physics for you and the topic is oscillations. I welcome all my students to Xylem online classes. So the topic of discussion is oscillations. 2017 മുതൽ 2020 വരെ എല്ലാ വർഷങ്ങളിലും ഓരോ ചോദ്യം വീതം ഈ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് പൊതുവെ ഈ ടോപ്പിക്ക് ടഫാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ബട്ട് വിത്ത് ലിറ്റിൽ കോമൺ സെൻസ് ആൻഡ് പേഷ്യൻസ് വളരെ പെട്ടെന്ന് ഇത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നീറ്റിന് ഇതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രയൊന്നും ടഫല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, നീറ്റ് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. ബേസിക് കോൺസെപ്റ്റ്സ് നന്നായിട്ട് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇതിൽ നിന്നും ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. തിയറി പറഞ്ഞതിന് ശേഷം ഞാൻ അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസും ന്യൂമറിക്കൽസൊക്കെ ഞാൻ സോൾവ് ചെയ്യുന്നതായിരിക്കും. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവണം. കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. സോ അവർ ടോപ്പിക് ഈസ് ഓസിലേഷൻസ്. Okay, so before I start with oscillations, let me tell you what is periodic motion. കാരണം ഓസിലേറ്ററി മോഷൻ ഒരു പീരിയോഡിക് മോഷനാണ്. എന്താണ് പീരിയോഡിക് മോഷൻ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന മോഷൻ. ആവർത്തിക്കപ്പെടുന്ന, റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന എന്തിനേയും നമുക്ക് പീരിയോഡിക് എന്ന് വിളിക്കാം. അപ്പോൾ പീരിയോഡിക് മോഷൻ്റെ ഒരു ഫോർമലായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. You can see that periodic motion means any motion that repeats itself over and over again at regular intervals of time is called periodic motion. Any motion that repeats itself over and over again at regular intervals of time is called periodic motion. ആവർത്തിക്കപ്പെടുന്ന ഒരു ചലനം അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു മോഷൻ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ പ്രതിഭാസം, അതിനെയെല്ലാം നമുക്ക് പീരിയോഡിക് എന്ന് പറയാം. സിൻസ് വി ഡീൽ വിത്ത് മോഷൻ, ആവർത്തിക്കപ്പെടുന്ന ചലനത്തെ നമുക്ക് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ദ സ്മോളസ്റ്റ് ടൈം ഇൻ്റർവൽ ഇൻ വിച്ച് മോഷൻ ഈസ് റിപ്പീറ്റഡ് ഈസ് കോൾഡ് ദ ടൈം പീരീഡ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ടി. എത്ര സമയം കഴിഞ്ഞാണോ ഇത് ആവർത്തിക്കപ്പെടുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പീരിയോഡിക് മോഷന് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഓർബിറ്റൽ മോഷൻ ഓഫ് എർത്ത്. ഓക്കെ, ഭൂമി സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. അത് പീരിയോഡിക്കാണ്. അതിനെടുക്കുന്ന സമയം ഒരു വർഷമാണ്. ഓരോ വർഷവും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓർബിറ്റൽ മോഷൻ ഓഫ് എർത്തിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കണം? 365 ദിവസമായിരിക്കണം, അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കണം. കാരണം ഓരോ വർഷം തോറും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ പീരീഡ് ഒരു വർഷമാണ്. ഓർബിറ്റൽ മോഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്നത് പീരിയോഡിക് മോഷന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. റൊട്ടേഷൻ ഓഫ് എർത്ത് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. റൊട്ടേഷൻ ഓഫ് എർത്ത് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി അതിൻ്റെ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കറങ്ങാനെടുക്കുന്ന സമയം നിങ്ങൾക്കറിയാം, ഒരു ദിവസമാണ് അല്ലെങ്കിൽ 24 മണിക്കൂറാണ്. അപ്പോൾ ഓരോ 24 മണിക്കൂർ കഴിയുന്തോറും ഇത് ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് ഐ ക്യാൻ സേ ദാറ്റ് റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് എ പീരിയോഡിക് മോഷൻ. അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂറാണ് അല്ലെങ്കിൽ ഒരു ദിവസമാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ്സ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 0.8 സെക്കൻഡ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അത് പീരിയോഡിക്കാണ്. നിങ്ങളൊന്ന് നെഞ്ചത്തൊന്ന് കൈവച്ച് നോക്കൂ. അത് റെഗുലർ ഇൻ്റർവെൽസിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫിനോമിനൻ അല്ലേ? ഓക്കെ, ഒരു ബീറ്റ് കഴിഞ്ഞ് അടുത്ത ബീറ്റ് ഉണ്ടാകുന്നതിനിടയിലുള്ള സമയമാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് ഏകദേശം 0.8 സെക്കൻഡ്സ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു ഉദാഹരണമാണ് പീരിയോഡിക് മോഷൻ്റെ. മൂന്നാമത് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. നമ്മുടെ ക്ലോക്കിൻ്റെ പെൻഡുലം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. അത് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ, ഇടത്തോട്ടും വലത്തോട്ടും ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. അതൊരു പീരിയോഡിക് മോഷൻ അല്ലേ? തീർച്ചയായും അതൊരു പീരിയോഡിക് മോഷനാണ്. ഇതെല്ലാം തന്നെ പീരിയോഡിക് മോഷൻ്റെ ഉദാഹരണങ്ങളാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് മോഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി.
ആവർത്തിക്കപ്പെടുന്ന ചലനത്തെയാണ്, ആവർത്തിക്കപ്പെടുന്ന മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ആവർത്തിക്കപ്പെടുന്ന എന്തിനേയും പീരിയോഡിക് എന്ന് വിളിക്കാം. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് മോഷൻ ആയതുകൊണ്ട് വി കോൾ ഇറ്റ് എസ് പീരിയോഡിക് മോഷൻ. ഓക്കെ, എത്ര സമയം കൊണ്ടാണോ, എത്ര സമയം കഴിഞ്ഞാണോ ഇത് ആവർത്തിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മിനിമം ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഗെറ്റ്സ് റിപ്പീറ്റഡ് ഈസ് നോൺ ആസ് ഇറ്റ്സ് ടൈം പീരീഡ്. നമുക്ക് ആദ്യത്തെ ഒറിജിനൽ ഫോർമൽ ഡെഫിനേഷനിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാം. Let us read it again. Any motion that repeats itself over and over again at regular intervals of time is called periodic motion. The smallest time interval in which the motion is repeated is called its time period, which is denoted by capital T. കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓസിലേറ്ററി മോഷനിലേക്ക് വരാം. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി അല്ല, ഓസിലേറ്ററി മോഷൻസ് പീരിയോഡിക്കാണ്. ഓസിലേറ്ററി മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓസിലേറ്ററി മോഷനിൽ മൂവ് ചെയ്യുന്ന ബോഡി, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് എന്താണോ അത് ഒരു സെൻട്രൽ പോയിന്റിൻ്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും പീരിയോഡിക്കായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ഈ പറയുന്നത് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം ഓസിലേറ്ററിയാണ്. അപ്പോൾ ക്ലോക്കിൻ്റെ പെൻഡുലം എന്ന് പറയുന്നത് അത് ഇങ്ങനെ നേരെ നിൽക്കുന്ന സമയത്ത് ഇത് അതിൻ്റെ സെൻട്രൽ പൊസിഷനാണെന്ന് പറയാം. ഇത് ഇങ്ങോട്ട് പോകുന്നു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, വീണ്ടും ഇടതുഭാഗത്തേക്ക് പോകുന്നു. ഇതിങ്ങനെ പീരിയോഡിക്കായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഒരു ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഓസിലേറ്ററി മോഷൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഓസിലേറ്ററി മോഷൻ നടക്കുമ്പോൾ അതിനൊരു സെൻട്രൽ പൊസിഷൻ ഉണ്ട്. ആ സെൻട്രൽ പൊസിഷനിൽ നിന്നും അത് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും കൃത്യമായ അളവിൽ പോകുന്നു. ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്തിൻ വെൽ ഡിഫൈൻഡ് ലിമിറ്റ്സ്. കൃത്യമായ ഒരു പരിധിക്കകത്താണ് ഈ ഓസിലേഷൻ നടക്കുന്നത്. അതായത് സെൻട്രൽ പൊസിഷനിൽ നിന്നും ഒരു നിശ്ചിത ദൂരം പോകുന്നു, തിരിച്ച് സെൻട്രൽ പൊസിഷനിലേക്ക് വരുന്നു, വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു നിശ്ചിത ദൂരം പോകുന്നു, വീണ്ടും സെൻട്രൽ പൊസിഷനിലേക്ക് വരുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓസിലേറ്ററി മോഷനെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ എന്ന് പറയാം, എബൌട്ട് എ സെൻട്രൽ പൊസിഷൻ വിത്തിൻ വെൽ ഡിഫൈൻഡ് ലിമിറ്റ്സ്. Okay, so what is an oscillatory motion? An oscillatory motion is a to and fro motion, or it can be a back and forth motion, okay, within well defined limits. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്കതിൻ്റെ ഫോർമൽ ഡെഫിനേഷനിലേക്ക് ഒന്ന് നോക്കാം. If a body moves back and forth repeatedly about a central position within well defined limits, the motion is said to be oscillatory or vibratory or harmonic motions. എന്തുകൊണ്ട് ഈ പേരുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ ഇനിമേൽ പറയുന്നതായിരിക്കും. ഒന്നുകൂടെ ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഇഫ് എ ബോഡി മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പുറകോട്ടും, റിപ്പീറ്റഡ്ലി അബൌട്ട് എ സെൻട്രൽ പൊസിഷൻ വിത്തിൻ വെൽ ഡിഫൈൻഡ് ലിമിറ്റ്സ്, ദ മോഷൻ ഈസ് സെഡ് ടു ബി ഓസിലേറ്ററി, വൈബ്രേറ്ററി ഓർ ഹാർമോണിക് മോഷൻ. ഇതാണ് ഓസിലേറ്ററി മോഷൻ്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ. ഓസിലേറ്ററി മോഷൻസിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഒരു ഉദാഹരണം സിമ്പിൾ പെൻഡുലം. നമ്മുടെ ക്ലോക്കിൻ്റെ പെൻഡുലം തന്നെ ഉദാഹരണമായി എടുത്താൽ ഇറ്റ് ഈസ് എൻ ഓസിലേറ്ററി. ആ പെൻഡുലം ഓസിലേറ്റ് ചെയ്യാതെ നിൽക്കുകയായിരുന്നുവെങ്കിൽ അതിങ്ങനെ നേരെ നിൽക്കുമായിരുന്നില്ലേ? അതാണ് എൻ്റെ സെൻട്രൽ പൊസിഷൻ. പിന്നെ ഇറ്റ് മൂവ്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഓക്കെ, ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൊസിഷൻസ് ഇവിടെ ഒന്ന് നിൽക്കും, തിരിച്ച് ഇവിടെ ഒന്ന് നിൽക്കും. ഈ എൻഡ് പൊസിഷന് പറയുന്ന പേര് എക്സ്ട്രീം പൊസിഷൻസ് എന്ന് കൂടിയാണ്. ഓക്കെ, നമ്മളിതെല്ലാം വീണ്ടും വിശദമായിട്ട് ഇതിൻ്റെ അനാലിസിസ് ഉണ്ട്. ഇതെൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം ഒരു ഉദാഹരണമാണ് ഫോർ ഓസിലേറ്ററി മോഷൻ. വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം. വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു മാസ് സസ്പെൻഡ് ചെയ്ത് അത് ഹൊറിസോണ്ടലായിട്ടൊരു ഫ്രിക്ഷണൽ സർഫസിൽ വെച്ച് ഒരു ഭാഗത്തേക്ക് പുള്ളി ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഓസിലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു സ്പ്രിങ് മുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീ എൻഡിൽ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്യുക, അത് താഴോട്ട് പുള്ളി ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വെർട്ടിക്കലായിട്ട് ഓസിലേറ്റ് ചെയ്യും. ഇതെല്ലാം ഓസിലേഷൻസിന് ഉദാഹരണങ്ങളാണ്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ഓസിലേഷൻസും പീരിയോഡിക്കാണ്. അപ്പോൾ ഓസിലേഷൻ ഒരു സെൻട്രൽ പൊസിഷൻ വേണം, അത് ഓസിലേറ്റ് ചെയ്യുന്ന പരിധി വളരെ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായ എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അതിന് ഓസിലേറ്ററി മോഷൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ഇത് പീരിയോഡിക് ആണ്, പക്ഷേ എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി ആണോ? ഫോർ എക്സാമ്പിൾ റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, ഭൂമി അതിൻ്റെ ആക്സസിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് ഓസിലേറ്ററി ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞ ആ ഡെഫിനിഷൻ്റെ ഫ്രെയിം വർക്കിലാണോ റൊട്ടേഷൻ ഓഫ് എർത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഓർബിറ്റൽ മോഷൻ ഓഫ് എർത്ത് ഉണ്ടാവുക? അല്ലല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്, പക്ഷേ എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി അല്ല. അപ്പോൾ ഞാൻ കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ഇനി വരാൻ പോകുന്നതൊക്കെ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓസിലേറ്ററി മോഷൻ എന്താണ് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നതിന് കൃത്യമായ ഒരു സെൻട്രൽ പൊസിഷൻ ഉണ്ട്, ആൻഡ് ദ ബോഡി ഈസ് മൂവിങ് വിത്തിൻ വെൽ ഡിഫൈൻഡ് ലിമിറ്റ്സ്. ഓക്കെ, ഇതിനെ വൈബ്രേറ്ററി മോഷൻ എന്ന് പറയാം, ഹാർമോണിക് മോഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഒബ്സർവേഷൻ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ടും ചോദിക്കാം. ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക്, ബട്ട് ഓൾ പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി. ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക്, ബട്ട് all periodic motions are not oscillatory. This is a very important point you should note. Okay, ഇനി ഇപ്പം ഞാൻ പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു, ഓസിലേറ്ററി മോഷൻ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ശരി, ഇനി ഇത് മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യാനും ഇത് മാത്തമാറ്റിക്കലി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയെല്ലാം മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരണം, മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരണം. Only then you can analyze a periodic motion. Only then you can analyze an oscillatory motion. Okay? അപ്പോൾ ഒരു periodic motion, how do we represent a periodic motion? A periodic motion can be represented only by a periodic function. Okay? പീരിയോഡിക് ആയിട്ട് ആവർത്തിക്കപ്പെടുന്ന ഏതൊരു ഫിനോമിനനും, ആവർത്തിക്കപ്പെടുന്ന ഏതൊരു ചലനവും, അത് എന്താണെങ്കിൽ പോലും അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ആവർത്തിക്കപ്പെടുന്ന ഒരു ഫംഗ്ഷൻ വേണം. നമ്മൾ അതിനെ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. സോ വാട്ട് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ? എ പീരിയോഡിക് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഇൻ റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്സ്. അതിനെയാണ് ഞാൻ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് സ്ക്രീനിലേക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, എ പീരിയോഡിക് ഫംഗ്ഷൻസ് ആർ മാത്തമാറ്റിക്കലി, പീരിയോഡിക് മോഷൻസ് ആർ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റഡ് ബൈ പീരിയോഡിക് ഫംഗ്ഷൻസ്. പീരിയോഡിക് മോഷനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പീരിയോഡിക് ഫംഗ്ഷൻസ് വേണം. പീരിയോഡിക് മോഷൻസ്, പീരിയോഡിക് ഫംഗ്ഷൻസ്. ടു റെപ്രസെൻ്റ് എ പീരിയോഡിക് മോഷൻ വി റിക്വയർ എ പീരിയോഡിക് ഫംഗ്ഷൻ. Periodic motions are mathematically represented by periodic functions. What is a periodic function? Any function that repeats itself at regular intervals of its arguments is called a periodic function. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ റെഗുലർ ഇൻ്റർവെൽസിൽ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. എ പീരിയോഡിക് function satisfies the following property. Okay, f of theta plus t is equal to f of theta. അപ്പോൾ ഇവിടെ what is f of theta? f of theta എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷനാണ്. f of theta is a function in theta. തീറ്റയാണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്. what is the argument of the function? The argument of the function is theta. Okay, ഞാൻ ഈ തീറ്റ പ്ലസ് ടി എന്ന് ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്തു. തീറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ തീറ്റ പ്ലസ് ടി, ഓർ ഇറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ ടി, ദെൻ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ റിമെയിൻസ് ദ സെയിം. സോ എഫ് ഓഫ് തീറ്റ പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ പീരീഡാണെന്ന് പറയാം. അതായത് എഫ് ഓഫ് തീറ്റയ്ക്കും എഫ് ഓഫ് തീറ്റ പ്ലസ് ടിക്കും ഒരേ വാല്യൂ തന്നെയാണ് മാത്തമാറ്റിക്കലി. അപ്പോൾ ഇവിടെ വെർ ടി ഈസ് ദ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ ഇതിന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പീരിയോഡിക് മോഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കൊരു പീരിയോഡിക് ഫംഗ്ഷൻ വേണം. എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ? ആവർത്തിക്കപ്പെടുന്ന ഫംഗ്ഷനാണ് പീരിയോഡിക് ഫംഗ്ഷൻ.
ആർഗ്യുമെൻറ്റിൻ്റെ എന്ത് വാല്യൂവിനാണോ അത് ആവർത്തിക്കപ്പെടുന്നത്, ദാറ്റ് വാല്യൂ ഈസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ. ഇനി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഷുഡ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എഫ് ഓഫ് തീറ്റ പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് പീരിയോഡിക് ഫംഗ്ഷൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ: ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ലൈക്ക് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ. പീരിയോഡിക് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ഒന്നും ഇങ്ങൂടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓസിലേഷൻസ് പഠിക്കാനും സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കാനും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും മാത്രമാണ്. അപ്പോൾ സൈൻ ഫംഗ്ഷനെയും കോസ് ഫംഗ്ഷനെയും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാമെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ലൈക്ക് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ. സൈൻ തീറ്റ കോസ് തീറ്റ ഇതെല്ലാം തന്നെ ഈ രണ്ട് ഫംഗ്ഷൻസും പീരിയോഡിക് ആണെന്ന് പറയാം. അതിനകത്ത് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, സൈൻ തീറ്റ പ്ലസ് 2π ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. സൈൻ, അതായത് സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ എവറി 2π കഴിയുമ്പോൾ ആവർത്തിക്കപ്പെടും. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ 0 ഈസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് സൈൻ 0 പ്ലസ് 2π? അതും 0 ആണ്. വാട്ട് ഈസ് സൈൻ 2π, സൈൻ 0 പ്ലസ് 4π? അപ്പോഴും അത് 0 ആണ് അല്ലേ? അപ്പോൾ ഫോർ മൾട്ടിപ്പിൾസ് ഓഫ്, ഫോർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π you can see that the value of the sine function remains the same. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണെങ്കിൽ you can see that ഞാനിവിടെ കൃത്യമായിട്ട് പറയാം, ശ്രദ്ധിച്ചോളൂ. സൈൻ തീറ്റ is equal to സൈൻ തീറ്റ പ്ലസ് 2π ആണെങ്കിൽ 2π ആണ് സൈൻ ഫംഗ്ഷൻ്റെ ടൈം പീരീഡ്. ഉദാഹരണത്തിന് സൈൻ 0 is equal to 0. സൈൻ 0 പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ 2π എന്ന് കിട്ടും അല്ലേ? സൈൻ 2πയുടെ വാല്യൂ എന്താണ്? അതും 0 ആണ്. ഇനിയും സൈൻ 0 പ്ലസ് 2 ഇൻറ്റു 2π എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 4π. സൈൻ 4πയുടെ വാല്യൂ എന്താണ്? 0. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ റിമെയിൻസ് ദ സെയിം ഫോർ എവറി ഇൻക്രിമെൻറ്റ് ഇൻ ദ ആർഗ്യുമെൻറ്റ് ബൈ 2π. അപ്പോൾ 2π എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും സൈൻ ഫംഗ്ഷൻ്റെ പീരീഡാണ്. സോ വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് സൈൻ ഫംഗ്ഷൻ? വിച്ച് ഇസ് 2π. After every 2π the value of the sine function will get repeated. Same is the case with the cos function. അപ്പോൾ cos ഫംഗ്ഷൻ്റെ വാല്യൂ 0 എടുത്ത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് cos 0? cos 0 ഈസ് ഈക്വൽ ടു 1 ആണ്. വാട്ട് ഈസ് cos 0 പ്ലസ് 2π എന്ന് പറഞ്ഞാൽ അത് cos 2π ആണ്. cos 2πയുടെ വാല്യൂ എത്രയാണ്? അതും 1 ആണ്. അതുപോലെ cos 0 പ്ലസ് 2 ഇൻറ്റു 2π എന്ന് പറഞ്ഞാൽ അത് cos 4π എന്ന് കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് cos 4π? cos 4π ഈസ് ഓൾസോ ഈക്വൽ ടു 1. അപ്പോൾ cos ഫംഗ്ഷൻ്റെ വാല്യൂ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് റിപ്പീറ്റഡ് ആഫ്റ്റർ എവറി 2π. അപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ പീരീഡ് 2π ആണ്, കോസ് ഫംഗ്ഷൻ്റെ പീരീഡ് 2π ആണ്. നമുക്ക് ഓസിലേഷൻസ് പഠിക്കാൻ തൽക്കാലം ഇത് രണ്ട് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, വേറെ ഫംഗ്ഷൻസ് ഇല്ലേ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെതായ പീരീഡും ഉണ്ട്. ഈ സൈൻ ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷൻസ് എടുക്കാം. ലീനിയർ കോമ്പിനേഷൻ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എടുക്കാം, സൈൻ സ്ക്വയർ തീറ്റ എടുക്കാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയുള്ള കോമ്പിനേഷൻസ് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം പീരിയോഡിക്കാണ്. അതിൻ്റെ എല്ലാം പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നീറ്റിൻ്റെ പരിധിക്കകത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തൽക്കാലം സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും മതി. സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും പീരിയോഡിക് ആണെന്ന് മനസ്സിലായി. അതിന് പീരീഡ് 2π ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കൊന്നുകൂടി മടങ്ങിപ്പോകാം. എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ? യു ക്യാൻ സീ ദാറ്റ് എ പീരിയോഡിക് ഫംഗ്ഷൻ, എനി ഫംഗ്ഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് ആർഗ്യുമെൻറ്റ്സ്, is the argument of the function. At regular intervals of its arguments is called a periodic function. Okay, a periodic function satisfies the property f of theta plus t is equal to f of theta. Okay, അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം നമുക്ക് ഇവിടെ ഈ ടോപ്പിക്കിൽ പഠിക്കാം. ഇത് ഡയറക്റ്റായിട്ട് NCERT-യിലൊന്നും പറയുന്നില്ല, പക്ഷേ അത് വളരെ യൂസ്ഫുൾ ആണ് നമ്മളെ സംബന്ധിച്ച് for studying oscillations. Okay, and the name of the theorem is known as Fourier theorem. Okay, Fourier theorem ആണ് ഞാൻ നിങ്ങളെ
ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല, പക്ഷേ നമുക്ക് ആവശ്യമായത് എന്താണോ അത് നമുക്കൊന്ന് ഇവിടെ നോക്കാം. The theorem states that any periodic function f of t with the period t can be expressed as a unique combination of sine and cosine functions with suitable coefficients. ഇതാണ് തിയറം. ഇത് എന്താണ് എന്ന് ഞാൻ താഴോട്ട് ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്തമാറ്റിക്കലി ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യു ഹാവ് എ ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ ഈസ് ഇൻ വേരിയബിൾ ടി. എഫ് ഓഫ് ടി ഈസ് യുവർ പീരിയോഡിക് ഫംഗ്ഷൻ. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന പീരിയോഡിക് ഫംഗ്ഷനെ എനിക്ക് ഈ പറയുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്തെഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a1 sin omega t പ്ലസ് a2 sin 2 omega t plus a3 sin 3 omega t plus b0 plus b1 cos omega t plus b2 cos 2 omega t plus b3 cos 3 omega t. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a1 sin omega t plus a2 sin omega t plus a3 sin 3 omega t plus b0 plus b1 cos omega t plus b2 cos 2 omega t plus b3 cos 3 omega t. ഇങ്ങനെ it can be extended. So the periodic function f of t is expanded as a series of terms containing sine functions and cos functions. Omega is a constant. Okay, t is your variable and omega is a constant. അപ്പോൾ ആദ്യത്തെ ടേമിൽ നിങ്ങൾ നോക്കിക്കോളൂ. a1 is the coefficient and omega you have, and രണ്ടാമത്തെ ടേമിൽ a2 is your coefficient and 2 omega t. അടുത്തതിൽ 3 omega t and a3. ഇങ്ങനെയാണ് പോകുന്നത്. Then you have a constant term b0, then b1, then cos function starts. അപ്പോൾ cos terms ആണ്. cos omega t ഉണ്ട്, cos 2 omega t ഉണ്ട്, cos 3 omega t ഉണ്ട്. ഓക്കെ, ഓസിലേഷൻ പഠിക്കുന്ന സമയത്ത് ഒമേഗ എന്ന് പറയുന്നത് ഓസിലേഷൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണ് എന്ന് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നതിൻ്റെ മൾട്ടിപ്പിൾസിനെ വിളിക്കുന്ന പേര് ഹാർമോണിക്സ് എന്നാണ്. ഒമേഗയുടെ മൾട്ടിപ്പിൾസിനെ വിളിക്കുന്ന പേര് ഹാർമോണിക്സ് എന്നാണ്. ഹാർമോണിക്സ്. അപ്പോൾ ഒമേഗ ഈസ് യുവർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ, ആൻഡ് 2 omega t അതിൻ്റെ ഹാർമോണിക് ആണ്. ഹാർമോണിക് മീൻസ് മൾട്ടിപ്പിൾസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. 3 omega t ഹാർമോണിക് ആണ്. ഇവിടെ കോസ് ഫംഗ്ഷൻ ഒമേഗ ടി ഉണ്ട്, 2 omega t ഉണ്ട്, 3 omega t ഉണ്ട്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതിനകത്ത് a1 a2 a3 അപ് ടു an, b0, b1 b2 b1 b2 b3 അപ് ടു bn, ഇതെല്ലാം തന്നെ ദീസ് ആർ നോൺ ആസ് ഫൂറിയർ കോയിഫിഷ്യൻസ്. ഇതിനെ പറയുന്ന പേര് ഫൂറിയർ കോയിഫിഷ്യൻസ് എന്നാണ്. ഓക്കെ, ഈ കോയിഫിഷ്യൻസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയൊന്നും തന്നെ വേണ്ട. നമുക്കിതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത സെൻറ്റൻസിലേക്ക് നോക്കൂ, അടുത്ത സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കൂ. a1 a2 a3 അപ് ടു b0 b1 b2 b3 ഇതെല്ലാം ഇതിന് പൊതുവായി പറയുന്ന പേര് ഫൂറിയർ കോയിഫിഷ്യൻസ് എന്നാണ്. ഇനിയും ഈ എക്സ്പാൻഷനിൽ a1ഉം b1ഉം ഒഴികെ ബാക്കി എല്ലാ ഫൂറിയർ കോയിഫിഷ്യൻസും 0 ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ദാ ഈ രൂപത്തിലൊന്ന് മാറും. ഓക്കെ, അതായത് a1ഉം b1ഉം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫൂറിയർ കോയിഫിഷ്യൻസും 0 ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷൻ എങ്ങനെയായിട്ട് മാറും? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a1 sin omega t പ്ലസ് b1 cos omega t എന്ന് മാറും. ഇങ്ങനെ മാറിയ ഈ ഫോം, ഇങ്ങനെ ഞാൻ ചുരുക്കി എഴുതിയ ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ. ഇതിനെ സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് എനിക്ക് പേര് വിളിക്കാം. അപ്പോൾ നേരത്തെ ഞാൻ എഴുതിയത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ എക്സ്പാൻഷനാണ്. ഇതിനെ ഞാൻ ഹാർമോണിക് എന്ന് എനിക്ക് വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ സിമ്പിൾ ഹാർമോണിക് ആയിട്ടില്ല. ഇതിനെ സിമ്പിൾ ഹാർമോണിക്കായി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? a1ഉം b1ഉം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫൂറിയർ കോയിഫിഷ്യൻസും 0 ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ ഹാർമോണിക് എന്ന് വിളിക്കുന്നു. ദെൻ ദ ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ട്, ദെൻ ദ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം.
അപ്പോൾ ഫൂറിയർ എക്സ്പാൻഷൻ ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനെയും സൈൻ ഫംഗ്ഷൻസിൻ്റെയും കോസ് ഫംഗ്ഷൻസിൻ്റെയും ഒരു സീരീസ് ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. അതിനകത്ത് വരുന്ന കോയിഫിഷ്യൻസ് ആർ നോൺ ആസ് ഫൂറിയർ കോയിഫിഷ്യൻസ്. എക്സ്പാൻഷൻ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഷനിൽ A1ഉം B1 ഒഴികെയുള്ള ബാക്കി എല്ലാ ഫൂറിയർ കോയിഫിഷ്യൻസും 0 ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മളതിന് എന്ത് പേര് വിളിക്കുന്നു? നമ്മളതിനെ സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പേര് വിളിക്കുന്നു. ഈ സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ഫംഗ്ഷനാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഫൂറിയർ തിയറം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഫൂറിയർ തിയറത്തിൻ്റെ വളരെ വിശദമായ ഒരു അനാലിസിസും അതിൻ്റെ സ്റ്റഡിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഫൂറിയർ തിയറം എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ പറയുന്ന പോലെ ഫൂറിയർ കോയിഫിഷ്യൻസ് ഉണ്ട്. അതിനകത്ത് A1ഉം B1 ഒഴികെയുള്ള ബാക്കിയുള്ള ഫൂറിയർ കോയിഫിഷ്യൻസ് ഒക്കെ 0 ആകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ പറയുന്ന പേര് സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്നാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. കൃത്യമായിട്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, ഇനി നമുക്ക് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിന്ന് നമുക്ക് ഏതാനും ചില ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലെറ്റ് us see. On an average, human heart is found to beat 75 times in a minute. Calculate the beat frequency and period. ഇതൊരു NCERT ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഒരു മിനിറ്റിൽ 75 തവണ നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നു, ബീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് എന്താണ്? ഇതാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര ബീറ്റ്സ് ഉണ്ടാകുന്നു അതിന് പറയുന്ന ആണ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ എത്രയാണ് നമ്മുടെ ബീറ്റ്സ്? ഒരു മിനിറ്റിൽ നമ്മുടെ ബീറ്റ്സ് എന്ന് പറയുന്നത് 75 ബീറ്റ്സ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡിൽ നമുക്ക് 75 ബീറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ബീറ്റ്സ് ഉണ്ടാകണം? അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 60. 75 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്നത് 1.25. അപ്പോൾ 1.25 ഹേർട്സ് ആണ് നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി. ഒരു മിനിറ്റിൽ 75 തവണ സ്പന്ദിക്കുന്നു. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 60 സെക്കൻഡിൽ 75 തവണ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ബീറ്റ്സ് ഉണ്ടാകണം? 75 ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു 1.25 ഹേർട്സ്. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. 10 പേനയ്ക്ക് 10 രൂപയാണ് വിലയെങ്കിൽ ഒരു പേനയുടെ വില എന്താണ് എന്ന് ചോദിക്കുന്ന കണക്ക് തന്നെയാണ് ഈ പറഞ്ഞത്. ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ അടുത്ത പാർട്ട് എന്താണ്? ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്തത് ഫ്രീക്വൻസി കണ്ടു. ഇനി നമുക്ക് അടുത്തതിൻ്റെ പീരീഡ് കാണണം. വാട്ട് ഈസ് പീരീഡ്? പീരീഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ആണ്. ഓക്കെ, ക്യാപിറ്റൽ T എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസിയാണ് ടൈം പീരീഡ്. T = 1/f എന്ന് നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു ബീറ്റിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 1.25 ബീറ്റ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ബീറ്റിന് എത്ര സമയം എടുക്കും? 1 ഡിവൈഡഡ് ബൈ 1.25 ആയിരിക്കും തീർച്ചയായിട്ടും. ദിസ് ഈസ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. അപ്പോൾ ദിസ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1.25. ഇതാണ് നിങ്ങളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ഹാവ് ടൈം പീരീഡ്. ഇതിൻ്റെ വാല്യൂ ഏകദേശം 0.8 സെക്കൻഡ്സ് ആണ്. 1/1.25 is 0.8 seconds. Okay, so I think this is very clear. This is a simple question based on basic common sense. Okay, ശരി, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. Which of the following functions of time are periodic? Give the period in each case. Omega is a positive constant. അപ്പോൾ ഇതും this is also an NCERT question. ഓക്കെ, ഒന്നാമത്തത് നോക്കിക്കോ. ഒന്നാമത്തത് it is sin omega t plus cos omega t. ഓക്കെ, രണ്ടാമത്തത് sin omega t plus cos 2 omega t plus sin 4 omega t. മൂന്നാമത്തത് e raised to minus omega t. നാലാമത്തത് log omega t. നമുക്കിത് ഓരോന്നായിട്ട് ഇതൊന്ന് എടുത്ത് എഴുതാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ പീരീഡ് ഗീവ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓർ പീരീഡ് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തേത് നമുക്കറിയാം, ആദ്യത്തേത് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി, ഇതാണ് നിങ്ങളുടെ ഫങ്ഷൻ. ഓക്കെ, ഇത് എനിക്ക് ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുക. ഓക്കെ, y is equal to a sin omega t പ്ലസ് ബി കോസ് ഒമേഗ ടി എന്നൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നിരിക്കട്ടെ. ഇതിനെ വിളിക്കുന്ന പേര് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ് ഫംഗ്ഷൻ. y is equal to a sin omega t plus b cos omega t എന്ന് പറഞ്ഞാൽ that is known as the linear combination of sine and cosine function. So y is equal to a sin omega t plus b cos omega t. ഞാനിതൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ മാറ്റി എഴുതാൻ ഐ ഡു സം സബ്സ്റ്റിറ്റ്യൂഷൻസ്. പുട്ട് എ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ കോസ് ഫൈ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. Capital B is equal to capital A sin phi. This is equation number 2. ഞാൻ ഇങ്ങനെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്തുക. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ എങ്ങനെ മാറ്റി എഴുതാം? എയുടെ സ്ഥാനത്ത് ഇപ്പോൾ എ കോസ് ഫൈ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എ കോസ് ഫൈ സൈൻ ഒമേഗ ടി പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഇപ്പോൾ എനിക്ക് എ സൈൻ ഫൈ എന്ന് എഴുതാം. അപ്പോൾ എ സൈൻ ഫൈ കോസ് ഒമേഗ ടി എന്ന് എൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ മാറും. ഇവിടെ ഞാനിത് ഈ എ എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്. അപ്പോൾ എ ഇൻറ്റു സൈൻ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈ എന്ന് ഞാനിത് മാറ്റി എഴുതി. ഇനി ആ ബ്രാക്കറ്റിനകത്തുള്ളത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? ബേസിക് ട്രിഗണോമെട്രിക് റിലേഷൻസ് നിങ്ങൾ സ്കൂളിൽ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അതൊരു മിനിമം റിക്വയർമെൻ്റ് ആണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെ അറിയില്ലെങ്കിൽ പ്രിലിമിനറി മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സൈൻ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈ എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? അത് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈയുടെ എക്സ്പാൻഷൻ അല്ലേ? അല്ലെങ്കിൽ അതായത് സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ. വാട്ട് ഈസ് സൈൻ ഓഫ് എ പ്ലസ് ബി? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബൈ, ശരിയല്ലേ? അതുപോലെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എക്സ്പാൻഡ് ചെയ്താൽ എന്തായിരിക്കണം? സൈൻ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈ. അതല്ല ഈ ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് മാറ്റി എഴുതും. അപ്പം ഞാനിങ്ങനെ മാറ്റി എഴുതിയപ്പോൾ ഞാനിവിടെ പുതിയ രണ്ട് ടേംസ് കൊണ്ടുവന്നു. ഒന്ന് ഞാൻ പുതുതായി കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് എ, രണ്ട് ഫൈ. ഇതാണ് ഞാനിവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നത്. ഒമേഗ ചോദ്യത്തിൻ്റെ കൂടെ ആദ്യമേ ഉണ്ടായിരുന്നു. ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എ എന്താണ് ഫൈ എന്താണെന്ന് ഞാനിവിടെ ഇപ്പോൾ കൃത്യമായിട്ട് പറയണം. നമുക്ക് നോക്കാം എ എന്താണ് ഫൈ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലോ, ഒന്ന് ഇത് രണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് what I am going to do is ഞാൻ ഒന്നിൻ്റെ സ്ക്വയറിനോട് കൂടെ രണ്ടിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അപ്പോൾ എനിക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ എ സ്ക്വയർ ഒരു കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് എനിക്ക് മാറ്റി എഴുതാം. But this is 1 square plus 2 square. So 1 square plus 2 square is equal to a square plus b square. A square plus b square is equal to a square into cos square phi plus sin square phi. Now what is cos square theta plus sin square theta, or what is cos square phi plus sin square phi? That is equal to 1. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട റിലേഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ സ്ക്വയർ എന്ന് കിട്ടി. അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ എഴുതിയ ഈ ഇക്വേഷനിൽ എ എന്താണെന്ന് ഇൻ ടേംസ് ഓഫ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി എനിക്ക് കിട്ടി. ഓക്കെ, നൗ വി ഹാവ് വാട്ട് ഈസ് എ ഇൻ ടേംസ് ഓഫ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി. സോ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ചോദ്യത്തിലുണ്ടായിരുന്ന എയും ബിയും ഇപ്പോൾ ഉപയോഗിച്ച് ക്യാപിറ്റൽ എ എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കും.
ഇനി അതുകൂടാതെ ഞാൻ പുതുതായി കൊണ്ടുവന്നത് ഇവിടെ ഫൈ ആണ്. ഫൈ എന്താണെന്ന് ഞാൻ ഇതുപോലെ പറയണം. അതിന് ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? അപ്പോൾ എനിക്ക് ബി ബൈ എ എന്ന് കിട്ടും. സോ ബി ബൈ എ ഇസ് ഈക്വൽ ടു എ സൈൻ ഫൈ ഡിവൈഡഡ് ബൈ എ കോസ് ഫൈ എന്ന് കിട്ടും. ഓക്കെ, ഓർ ഐ ക്യാൻ സേ ദാറ്റ് ബി ബൈ എ ഇസ് ഈക്വൽ ടു ടാൻ ഫൈ എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്ന് കിട്ടി. അങ്ങനെ എനിക്കിപ്പോൾ ഫൈ എന്താണെന്നും കിട്ടി. വാട്ട് ഈസ് ഫൈ? ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്ന് പറയുന്ന പീരിയോഡിക് ഫംഗ്ഷനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി? ദാറ്റ് ഈസ് റിട്ടൺ ആസ്, അപ്പം ഞാനത് മാറ്റി എഴുതിയത് എങ്ങനെയാണ്? y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഇങ്ങനെ ഞാൻ മാറ്റി എഴുതി. ഇങ്ങനെ മാറ്റി എഴുതിയപ്പോൾ എനിക്ക് പുതിയ രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. ഒന്ന് ക്യാപിറ്റൽ എ, രണ്ടാമത്തത് ഫൈ. അതിൽ ക്യാപിറ്റൽ എ എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് വട്ട് ഈസ് ഫൈ? ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ഇനി നമ്മൾ പഠിക്കുന്നതിൽ എ എന്ന് പറയുന്നത് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണെന്നും ഫൈ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഈ ഫംഗ്ഷൻ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ്റെ ഇനീഷ്യൽ ഫേസ് ആണെന്നും പഠിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണെന്നും ഫൈ എന്ന് പറയുന്നത് ഓസിലേഷൻ്റെ ഇനീഷ്യൽ ഫേസ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതാണ്. അപ്പം നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ ഒന്നുകൂടി ഞാൻ എഴുതാം. അത് y ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. അപ്പം ഞാനിത് ദിസ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്ന് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയാൽ ഇതും ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ. ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒന്നാണ്. എയും ബിയും ഒന്നാണെങ്കിൽ വാട്ട് ഈസ് യുവർ ക്യാപിറ്റൽ എ? ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പോൾ എനിക്ക് ക്യാപിറ്റൽ എയുടെ വാല്യൂ കിട്ടി അല്ലേ? ഇനിയും ടാൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പഠിച്ചത് പ്രകാരം നമ്മൾ നേരത്തെ പഠിച്ചു ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ബി ബൈ എ ആണ്. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ബി ബൈ എന്ന് പറയുമ്പോൾ അത് 1/1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ടാൻ ഫൈ 1 ആകണമെന്നുണ്ടെങ്കിൽ ഫൈയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, അത് 45 ഡിഗ്രി ആയിരിക്കണം, അല്ലെങ്കിൽ π/4 ആയിരിക്കണം. അതുകൊണ്ട് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എനിക്ക് √2 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/4 എന്നിങ്ങനെ മാറ്റി എഴുതാം. അപ്പം ഇതാണ് ഞാൻ മാറ്റി എഴുതിയ ഫംഗ്ഷൻ. മനസ്സിലായോ? ഇനിയും ഇത് നിങ്ങൾ നോക്കിക്കേ. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത്? √2. അതിൻ്റെ ഇനീഷ്യൽ ഫേസ് എന്ത്? π/4. നമ്മൾ വീണ്ടും ഇത് വിശദമായി പഠിക്കും, അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ത്? ഇതിൻ്റെ പീരീഡ് എന്ത്? ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. പീരീഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇവിടെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കുക, ഈ ഭാഗത്തേക്ക് നോക്കുക. ഓക്കെ, അവിടെ ഒമേഗ ടി എന്നല്ല കിടക്കുന്നത്. ഒമേഗ ടി എന്നാണെങ്കിൽ ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π/ω. ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π/ω. അപ്പോൾ ഈ ഫംഗ്ഷൻ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ പീരീഡ് 2π/ω ആണ്. ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് √2 ആണ്. അതിൻ്റെ ഇനീഷ്യൽ ഫേസ് π/4 ആണ്. അപ്പം ഞാനിത് വളരെ വിശദമായിട്ട് നിങ്ങളെ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു. പക്ഷേ നിങ്ങളിത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതുപോലെ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ഓഫ് ദ ഫോം എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് √(a² പ്ലസ് b² ആണ്. അതിൻ്റെ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് b/a ആണ്. ഇത് ഓർമ്മിച്ച് വെച്ചാൽ ഒരു നിമിഷ നേരം കൊണ്ട് ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
അപ്പം നമ്മൾ ഇത് എന്താണെന്ന് എഴുതി, ഇത് പീരിയോഡിക് ആണെന്ന് എഴുതി, അതിൻ്റെ പീരീഡും എഴുതി. രണ്ടാമത്തത് നോക്കൂ, സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഈസ് y ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ ചോദ്യം അത് തന്നെയാണോ എന്ന്. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി, ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിൻ്റെ പീരീഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കേ സൈൻ ഒമേഗ ടി, ഇവിടെ നോക്കിക്കേ സൈൻ 2 ഒമേഗ ടി, ഇവിടെ നോക്കിക്കേ സൈൻ 4 ഒമേഗ ടി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ 3 ടേംസ് ഉണ്ട്. 3 ടേംസിനും 3 ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഒന്നാമത്തെ ടേമിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. ആംഗുലാർ ഫ്രീക്വൻസി എന്താണെന്ന് വീണ്ടും പഠിക്കും. രണ്ടാമത്തെ ടേം സൈൻ ആണോ കോസ് ആണോ എന്ന് നിങ്ങളത് ഫംഗ്ഷൻ്റെ നേച്ചറൊന്നും നിങ്ങൾ നോക്കണ്ട, ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് മാത്രം നോക്കുക. സൈൻ ഒമേഗ ടിയുടെ ആർഗ്യുമെൻറ്റ് ഒമേഗ ടി ആണ്. അതിനകത്ത് ഒമേഗയാണ് അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി. രണ്ടാമത്തേതിൻ്റെതോ 2 ഒമേഗയാണ്. മൂന്നാമത്തേതോ 4 ഒമേഗയാണ്. അപ്പം 3 ടേമിനും 3 ആംഗുലാർ ഫ്രീക്വൻസിയാണ്. 3 ടേമിനും 3 ഫ്രീക്വൻസി ആണെങ്കിൽ 3നും 3 ടൈം പീരീഡും ആയിരിക്കണം. അപ്പം നമുക്ക് ഓരോന്നിനും ടൈം പീരീഡ് എന്താണെന്ന് ഇവിടെ എഴുതാം. അപ്പം ഞാൻ ഓരോരോ ടേമായിട്ട് എഴുതുന്നു. സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടിയുടെ പീരീഡ് ഞാൻ T1 എന്ന് എടുക്കുന്നു. T1 ഈസ് ഈക്വൽ ടു 2π എന്ന് ആദ്യമേ എഴുതണം, എന്നിട്ട് ആംഗുലർ ഫ്രീക്വൻസി എടുത്ത് താഴെ എഴുതണം. അപ്പോൾ 2π ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് കോസ് 2 ഒമേഗ ടി ആണ്. സൈൻ ആണോ കോസ് ആണോ നമ്മളെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമൊന്നുമല്ല. സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും പീരീഡ് ഇങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു ഞാൻ വീണ്ടും എഴുതുന്നു 2π ഡിവൈഡഡ് ബൈ ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ എഴുതേണ്ടത് 2 ഒമേഗ എന്നാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ T1 ഡിവൈഡഡ് ബൈ 2 അല്ലേ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ടേമിൻ്റെ പകുതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി മൂന്നാമത്തത് നിങ്ങൾ നോക്കിക്കുക, സൈൻ 4 ഒമേഗ ടി ആണ്. ഓക്കെ, സൈൻ 4 ഒമേഗ ടി എന്ന് പറയുന്നതിൻ്റെ ടൈം പീരീഡ് T3 എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ 2π ഡിവൈഡഡ് ബൈ അവിടെ 4 ഒമേഗ എന്ന് എടുക്കണം. 4 ഒമേഗ എന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് T1 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ ഓരോ ടേമിനും ഓരോ പീരീഡാണെന്ന് മനസ്സിലായില്ലേ. ഒന്നാമത്തെ ടേമിന് T1 ആണെങ്കിൽ രണ്ടാമത്തെ ടേമിന് T1 ബൈ 2, മൂന്നാമത്തെ ടേമിന് T1 ബൈ 4. അപ്പോൾ ഓരോ ടേമും ഓസിലേറ്റ് ചെയ്യുന്നത് ഓരോ പീരീഡിലാണ്. അപ്പോൾ ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ് ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻ മൊത്തത്തിൽ പീരിയോഡിക്കാണ്. ഈ ഫങ്ഷൻ മൊത്തത്തിൽ പീരിയോഡിക്കാണ്. അപ്പോൾ ഇത് പീരിയോഡിക് ആണെന്ന് ചോദിച്ചാൽ പീരിയോഡിക്കാണ്, ഇത് പീരിയോഡിക്കാണ്. ഓക്കെ, ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഈ 4 ടേമിൽ ആർക്കാണോ ഏറ്റവും കൂടിയ പീരീഡ് ഉള്ളത്, ഏത് ടേമാണോ സ്ലോ ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, സ്ലോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നത്, ആ പീരീഡായിരിക്കും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ്റെ പീരീഡ്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ ആവർത്തിക്കാൻ T1 സമയം വേണം. കോസ് 2 ഒമേഗ ടി ആവർത്തിക്കാൻ T1 ബൈ 2 വേണം. കോസ് 4 ഒമേഗ ടി ആവർത്തിക്കാൻ T1 ബൈ 4 വേണം. അപ്പോൾ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായ സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണോ പതുക്കെ ഓസിലേറ്റ് ചെയ്യുന്നത് അയാളുടെ പീരീഡായിരിക്കും ഈ കോമ്പിനേഷൻ്റെ പീരീഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? T1 ആയിരിക്കണം. അപ്പോൾ പീരീഡ് ഓഫ് ഇത് പീരിയോഡ് കാണുന്ന മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പീരീഡ് ഓഫ് y? y എന്ന് പറയുന്നത് മൊത്തത്തിൽ പീരീഡ് ഓഫ് y ഈസ് ഈക്വൽ ടു T1. T1 എന്ന് പറയുന്നത് 2π ബൈ ഒമേഗ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ് ഫങ്ഷൻസ് ആണ്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ് ഫങ്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പീരിയോഡിക് തന്നെയായിരിക്കും. അത് തീർച്ചയായിട്ടും പീരിയോഡിക് തന്നെയായിരിക്കും. ഓക്കെ, അതിനകത്ത് സ്ലോവസ്റ്റ് റെസ്പോണ്ടിങ് ടേം ഏതാണോ അല്ലെങ്കിൽ പീരീഡ് കൂടുതലുള്ള ടേം ആരാണോ അയാളുടെ പീരീഡായിരിക്കും ഫംഗ്ഷൻ്റെ മൊത്തത്തിലുള്ള പീരീഡ്, അല്ലെങ്കിൽ ആ സമയം കൊണ്ടായിരിക്കും ഫംഗ്ഷൻ ആവർത്തിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് ഇതൊരു ഗൈഡ് ലൈനാണ്.
ചില ടിപ്പിക്കൽ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. ഒരിക്കലും മെത്തേഡുകളൊന്നും ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല. അത് തെറ്റായ രീതിയാണ്. ഫിസിക്സ് പഠിക്കുന്നത് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കുക. കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നാണ്. സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത തുടക്കത്തിൽ ആർക്കും മുഴുവനായിട്ടും സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊരു പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മൾ അതിനകത്തൊരു മാസ്റ്ററി നമുക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ. ഫിസിക്സിൽ ആരും ഒരു ദിവസം കൊണ്ട് മാസ്റ്ററി ഉണ്ടാക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അധ്യാപകരായാലും ശരി, വിദ്യാർത്ഥികളായാലും ശരി, എത്രത്തോളം കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കൂടുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഒരു പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങണം എന്ന നമ്മുടെ മനസ്സ് തോന്നണമല്ലോ, അല്ലെങ്കിൽ തോന്നിപ്പിക്കണമല്ലോ. അതങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ദിവസേന കുറേശ്ശെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നീറ്റിൽ ഫിസിക്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. എല്ലാവരും ഫിസിക്സ് വളരെ ടഫാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് ഞാൻ പറയും. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. പക്ഷേ അത് ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഇത് ആദ്യമായി ചോദ്യം കാണുന്നത് കുട്ടിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. പക്ഷേ എത്ര സിമ്പിളാണ് ഈ കാര്യം, എത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം? y = e⁻⁻⁻t. ഇത് പീരിയോഡിക് ആണോ എന്നാണ് ചോദ്യം. ഇത് പീരിയോഡിക് അല്ല, ഇതൊരു എക്സ്പൊണൻഷ്യൽ ഡീകേ ആണ്. e⁻⁻ പവർ വന്നാൽ ഡീകേ, e⁻+ പവർ വന്നാൽ എക്സ്പൊണൻഷ്യൽ റൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടാവുക? അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ ടി എന്നും ഇവിടെ e⁻⁻⁻t എന്ന് എടുത്ത് ഇഫ് ഐ പ്ലോട്ട് എ ഗ്രാഫ്, ഞാനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇറ്റ്സ് ഓൺ എക്സ്പൊണൻഷ്യൽ ഡീകേ. ഇത് എവിടെയെങ്കിലും ആവർത്തിക്കപ്പെടില്ലല്ലോ. at t = 0 it has got infinite value, and when t tends to infinity the graph approaches 0. it never gets repeated. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ the function never gets repeated. ഇത് never gets repeated. So it is not periodic. അതുകൊണ്ട് ഇത് പീരിയോഡിക് അല്ല എന്ന് വേണം നമ്മൾ പറയാൻ. ഇതിന് നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുന്നത് ദിസ് ഈസ് ദ ഫങ്ഷൻ മോണോട്ടോണിക്കലി ഡിക്രീസസ് വിത്ത് ടൈം എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇത് പീരിയോഡിക് ഫങ്ഷൻ ആണെന്ന് ചോദിച്ചാൽ പീരിയോഡിക് ഫങ്ഷൻ അല്ല, കാരണം ആവർത്തിക്കപ്പെടുന്ന ഫങ്ഷൻ അല്ല. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത് y = log ω⁡t എന്നാണ്. ലോഗരിതമിക് ഫങ്ഷൻസ് ഒന്നും തന്നെ പീരിയോഡിക് അല്ല. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് പീരിയോഡിക് അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ലോഗരിതമിക് ഫങ്ഷൻസ് പീരിയോഡിക് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഈ ഗ്രാഫിൻ്റെ ആകൃതി ഇങ്ങനെയായിരിക്കും. ഇത് നമ്മുടെ ടി ആണെങ്കിൽ ഇത് നമ്മുടെ log ω⁡t ആണ്. അപ്പോൾ ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ ആവർത്തിക്കപ്പെടുന്ന ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇത് പീരിയോഡിക് ആണോ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് നോട്ട് പീരിയോഡിക്. അപ്പോൾ ഫംഗ്ഷൻ y ഈസ് നോട്ട് പീരിയോഡിക്. നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രം ദ ഗ്രാഫ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പീരിയോഡിക് അറ്റ് ഓൾ. മനസ്സിലായെന്ന് തോന്നുന്നു.